അത് പിഴത്തുകയാണ്. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ള അധികാരം എന്ന് പറയുന്നത് സർക്കാരിനാണ്. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിയിലേക്ക് വിടുകയാണ്. കോടതിക്ക് തീരുമാനിക്കാം, കൂട്ടാം കുറയ്ക്കാം, അതിനുള്ള അധികാരം കോടതിക്കുമുണ്ട്. പക്ഷെ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഉള്ള മിനിമം ഫൈൻ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഇത്രയും തുക വരുന്നു, അതിനൊരു ഒറ്റത്തവണ തീർപ്പാക്കൽ ഈ പിഴത്തുകയ്ക്കും വരണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു തീരുമാനം സർക്കാർ തലത്തിലാണ് വരേണ്ടത്. ആൾക്കാർ ഇതിനു വേണ്ടി അടയ്ക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ അടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷനിൽ വേറെ എന്തെങ്കിലും ആവശ്യമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിനെ അതുകൂടെ വാഹനം കണ്ടുകിട്ടുക എന്നുള്ളത് തന്നെയാണ്. വാഹനം പിടിച്ചെടുക്കുക, അത് ലേലം ചെയ്യുക, അപ്പോൾ അതിൽ നിന്ന് തുക കിട്ടുമല്ലോ. അത് ഇത് തട്ടിക്കഴിച്ച് പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ അടുത്ത റവന്യൂ റിക്കവറി ഉണ്ട്. അവരുടെ ഏതെങ്കിലും സ്ഥാപന ഹോസ്പിറ്റലിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ അങ്ങനെയൊന്നും നമ്മൾ പോയിട്ടില്ല ഇതുവരെയും. അതിനുള്ള ഇതുമില്ല. ടാക്സിന് മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുന്നത്. ഈ പിഴത്തുകയ്ക്ക് നമ്മൾ മറ്റ് നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. അതിന് നിയമം അനുവദിക്കുന്നുമില്ല. ടാക്സിന് മാത്രമാണ് നമ്മൾ റവന്യൂ റിക്കവറിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇൻഷുറൻസ് അടയ്ക്കാൻ പോകുന്ന സമയത്ത് ആക്ച്വലി ഇപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ പോലും ഈ പേയ്മെന്റ് അടച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നിട്ട് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം തമ്മിൽ ലിങ്ക്ഡ് ആവും. ഒന്നില്ലെങ്കിൽ മറ്റേത് പറ്റില്ല. അപ്പം മുമ്പോട്ടുള്ള പിന്നെ എല്ലാ രേഖകളും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വരും. ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഇത് ക്ലിയർ ചെയ്താലേ പറ്റുള്ളൂ. പേര് മാറാനായിട്ടാണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഉടനെ തന്നെ ആവുമോ?